പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ജാമിതീയ രൂപങ്ങളും ആ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചില മനോഹരമായ പാറ്റേണുകൾ തയ്യാറാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലിതാ ഈ ടേബിളിലുള്ള ഈ കമാൻഡുകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കമാൻഡുകളെ നമ്മൾ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ കമാൻഡുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവൺ ഈസ് എ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ദ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് വെൻ ഇറ്റ് ഈസ് റൺ. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 പോലെ കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ചെയ്യാനുള്ളൂ. ആഫ്റ്റർ ടൈപ്പിംഗ് ആൻഡ് റണ്ണിങ് ദ പ്രോഗ്രാം റീറൈറ്റ് ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു ഗെറ്റ് സെക്കൻഡ് ഔട്ട്പുട്ട്. ഈ രണ്ടാമത്തെ ഔട്ട്പുട്ടിലുള്ളത് പോലെ നമ്മൾ ഇതിനെ മാറ്റണം. ഈ പ്രോഗ്രാം നമ്മൾ റീറൈറ്റ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ടിലുള്ളത് പോലെ ആക്കണം. ഓക്കെ, അതിനുശേഷം അത് സേവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈത്തൺ പ്രോഗ്രാമുകളും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനും അവിടെ തന്നെ റണ്ണ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ചില എഡിറ്ററുകളുണ്ട്. അതിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു IDE ആണ് നിങ്ങളുടെ ഉബുണ്ടുവിലുള്ള IDLE എന്ന് പറയുന്നത്. ഐഡിൽ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ IDLE ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. ആപ്ലിക്കേഷൻസിൽ ഇവിടെ താഴെ പ്രോഗ്രാമിംഗ് ഉണ്ട്. പ്രോഗ്രാമിങ്ങിൽ IDLE എന്ന് കാണാം. ഐഡിൽ. ഓക്കെ, ഇവിടെ കണ്ടോ വേറെ ഒന്നുണ്ട് അല്ലേ? ജീനി എന്നുണ്ട്. ജീനിയും ഒരു IDE ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് IDLE ഉപയോഗിച്ചിട്ടാണ്. സോ IDLE ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു വിൻഡോ ഉണ്ട് അല്ലേ? ഇതിനെ നമ്മൾ പൈത്തൺ ഷെൽ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, പൈത്തൺ ഷെൽ. ഇവിടെയെല്ലാം നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു വിൻഡോ കിട്ടും. ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ വിൻഡോനെയാണ് നമ്മൾ എഡിറ്റർ വിൻഡോ എന്ന് വിളിക്കുന്നത്. എഡിറ്റർ വിൻഡോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാം ഇതേപോലെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആ പ്രോഗ്രാം അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ തൽക്കാലം ഈ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ചെറിയൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് തൽക്കാലം ഞാൻ ആ ഫസ്റ്റ് ലൈൻ ഒഴിവാക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിനെ സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് തന്ന പ്രോഗ്രാം എന്താണോ ചോദ്യത്തിൽ തന്ന പ്രോഗ്രാം അത് അതേപോലെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇത് നമ്മൾ ഹോമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്നും exam10 എന്ന ഫോൾഡർ ചൂസ് ചെയ്യാം. exam10 എന്ന ഫോൾഡർ ചൂസ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫയൽ നെയിം രജിസ്റ്റർ നമ്പർ എത്രയാണോ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ കൊടുക്കുക. ചോദ്യം നമ്പർ എത്രയാണോ ആ ചോദ്യം നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണം. ഔട്ട്പുട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ റണ്ണ് ചെയ്യണം. റണ്ണ് ചെയ്യാനായിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ. അങ്ങനെ കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ ഒരു എറർ വന്നു അല്ലേ? നെയിം എറർ എന്ന് പറഞ്ഞിട്ട് നെയിം പെൻ സൈസ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ പെൻ സൈസ് ആയാലും ഈ കളർ ആയാലും അതേപോലെ ഫോർവേഡ് ആയാലും റൈറ്റ് ആയാലും ഇതൊക്കെ തന്നെ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകളാണ്. ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡുകളൊക്കെ തന്നെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടെർട്ടിൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ അഥവാ ഒരു മൊഡ്യൂളിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ വർക്ക് ചെയ്യൂ. അല്ലെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ള നെയിം എറർ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യത്തെ ലൈനിൽ ഫ്രം ടെർട്ടിൽ TURTLE ടെർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഇത്തരത്തിൽ കൊടുക്കുന്നു. ഈ ലൈന് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ലൈന് കാണാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ലൈനോട് കൂടി നമ്മൾ ടെർട്ടിലിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട് നമുക്ക് ഫയലിൽ സേവ് കൊടുക്കാം. ഫയലിൽ സേവ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് സേവ് ചെയ്തതാണ്. അവിടെ അത് സേവ് ആയിക്കോളും. ഇനി ഔട്ട്പുട്ട് കാണാൻ റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്ത പ്രോഗ്രാം ശരിയാണെങ്കിൽ വേറെ എററുകളും കാര്യങ്ങളൊന്നും വരില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് കിട്ടിയ ഈ ഒരു വിൻഡോ കണ്ടോ? ഇതിനെയാണ് നമ്മൾ പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്ര വരെ ആയിട്ടുള്ളൂ, ഇത് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈൻ എന്തിനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ടെർട്ടിലിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ, ടെർട്ടിൽ എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പെൻ സൈസ് എന്ന് പറയുന്നത് ആ ഒരു ടേബിളിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പെൻ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടോ? ഓക്കെ,
ഈ തിക്നെസ് ആണ്, ഈ ലൈനിന്റെ ഒക്കെ തിക്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെൻ സൈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റ് തിക്നെസ് വേണം എന്നുള്ളതാണ്. അടുത്തത് കളർ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്. കളർ, ഈ ലൈനിന്റെ കളർ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു, ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ആദ്യം ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ കൊണ്ടായിരിക്കും ഇത് വരക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ കണ്ടോ ഫോർവേഡ് എന്നും റൈറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് എന്ന കമാൻഡ് ഒരു ലൈന് വരക്കാൻ വേണ്ടിയാണ്. ഓക്കെ, 200 എന്ന് പറയുന്നത് 200 യൂണിറ്റ് നീളമുള്ള ഒരു ലൈൻ ഇതേപോലെ വരക്കും. അതിനുശേഷം റൈറ്റ് 144, റൈറ്റ് 144 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരാളെ കണ്ടോ, ഇയാളാണ് നമ്മുടെ ടേർട്ടിൽ. ഈ ടേർട്ടിൽ ഇവിടെ എത്തിയിട്ട് 144 ഡിഗ്രി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കും. നേരെ ഒരു ലൈന് വരക്കുക, എന്നിട്ട് നമ്മുടെ ടേർട്ടിലിനെ 144 ഡിഗ്രി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഈ കാര്യമാണ് ഈ 2 ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ 2 ലൈനിനെ ഒരു തവണ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ പോരാ. ഇത് തന്നെ നമുക്കിതാ ഇത്ര പ്രാവശ്യം, അതായത് 1 2 3 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു രൂപം കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ 2 ലൈനിനെ എടുത്തിട്ട് ഇവിടെ കണ്ടോ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്തിട്ട് കൊടുത്തു. ഓക്കെ, അതായത് ഇതിനെ ലൂപ്പ് എന്ന് പറയും. ചില നിർദ്ദേശങ്ങൾ നമുക്ക് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട അവസരത്തിൽ നമുക്ക് ആ നിർദ്ദേശങ്ങളെ നമുക്ക് ഇതേപോലെ ലൂപ്പിനകത്തേക്ക്, ഫോർ ലൂപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് 4 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ കമാൻഡുകൾ 4 തവണ എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ 4 തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് 200, റൈറ്റ് 144 ആണല്ലോ. അപ്പോൾ ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ടർട്ടിൽ തിരിഞ്ഞു നിൽക്കും, വീണ്ടും ഇങ്ങോട്ടേക്ക് വരും, തിരിഞ്ഞു നിൽക്കും, വീണ്ടും ഇങ്ങോട്ട് വരും, തിരിഞ്ഞു നിൽക്കും, വീണ്ടും ഇവിടെ വരും, ഇതേപോലെ തിരിഞ്ഞിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ 4 തവണ അതിവിടെ നിന്ന് വർക്ക് ചെയ്യും, അത് 4 തവണ എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചോദ്യം നോക്കി, ചോദ്യത്തിൽ ഇതാ ഇവിടെ ഈ ലൈന് കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു 2 ലൈനിനെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 4 എന്നതിനെ മാറ്റിയിട്ട് 5 കൊടുത്താൽ പോരെ. 4 മാറ്റി 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ലൈൻ ഇതേപോലെ കിട്ടില്ലേ, കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാർ ആവും. അത്ര മാത്രം ചെയ്താൽ മതിയോ, പോരാ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കളർ കൂടി മാറ്റണം. കളർ മാറ്റാൻ വേണ്ടി നമുക്കിതാ കളർ എന്ന് പറയുന്ന കമാൻഡ് ഇവിടെയുണ്ട്. ഇവിടെ ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കത് മാറ്റിയിട്ട് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, മാറ്റങ്ങൾ നമ്മൾ വരുത്തി, സെറ്റാണല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസിംഗ് കണ്ടോ, ഈ സ്പേസിംഗ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഫോർ ലൂപ്പ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കോളൻ കണ്ടോ, ഈ കോളനൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ്. ഇനി റൺ ചെയ്യാം. റണ്ണിൽ റൺ മൊഡ്യൂൾ, റണ്ണിൽ റൺ മൊഡ്യൂൾ. സെറ്റ് ആയല്ലോ. നമുക്ക് അതിനൊരു സ്റ്റാർ ആയി കിട്ടി, ആ കളർ നമ്മൾ മാറ്റി. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത്രയും വേണ്ടു. നിങ്ങൾ ഓൾറെഡി ഇത് സേവ് ചെയ്ത് വെച്ചു, എന്നിട്ടാണ് റൺ ചെയ്തത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. വേറെ ഒരു ചോദ്യം ഇതാ ഇവിടെയുണ്ട്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു പ്രോഗ്രാം ഇവിടെയുണ്ട്, അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇവിടെയുണ്ട്. ഇതിനെ ഔട്ട്പുട്ട് 2-ലുള്ളതുപോലെ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പൈത്തൺ പ്രോഗ്രാം ആണ് ഇത്. നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഐഡിയലി ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, പ്രോഗ്രാമിംഗിലേക്ക് വരുന്നു, ഐഡിയലി ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിയലി ഓപ്പൺ ആയല്ലോ. ഇത് നമ്മുടെ പൈത്തൺ ഷെല്ലാണ്. ഇവിടെ അല്ല നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം, ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം. ഇവിടെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇതാ ആ പ്രോഗ്രാം മുഴുവൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റൺ ചെയ്യാനായിട്ട് അതിന് മുമ്പ് നമുക്കിത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുക്കുക, ഫയലിൽ സേവ്. എവിടെ സേവ് ചെയ്യണം, നമുക്ക് exam 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. exam 10 എന്ന ഫോൾഡറിനകത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നു. ചോദ്യ നമ്പർ എത്രയാണോ ആ ചോദ്യ നമ്പർ കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ചോദ്യ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്താൽ മാത്രം നമുക്കത് കാണാൻ പറ്റില്ല അല്ലേ. അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. ഓക്കെ, നമുക്കിതാ നല്ല രസമുള്ള ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തിനാ, നമ്മുടെ ടർട്ടിൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ്. പെൻ സൈസ് 3 എന്ന് പറഞ്ഞു കൊടുത്തത് 3 യൂണിറ്റ് നീളം, ആ 3 യൂണിറ്റ് തിക്നെസ്സിലായിരിക്കണം നമ്മുടെ ഈ ഒരു ലൈൻസ് ഒക്കെ വരേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം റൈറ്റ് 72 ഡിഗ്രി, അതായത് നമ്മുടെ ടേർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് 72 ഡിഗ്രി ടേൺ ചെയ്യണം എന്നുള്ളതാണ്. കളർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്ലാക്ക് എന്നും റെഡ് എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്തിനാ, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒറ്റ കളറേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇവിടെ 2 കൊടുത്തത് എന്തിനാണെന്നറിയോ,
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന കളറിനെ കൊണ്ടായിരിക്കും നമ്മൾ ഇത് വരക്കുന്നത്. ഓക്കെ, ഈ വരക്കുന്ന ഈ ഒരു ഔട്ട്ലൈൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ആദ്യം കൊടുത്ത കളറായിരിക്കും. രണ്ടാമത് കൊടുത്ത കളറിനെ കൊണ്ടായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഷേപ്പിന്റെ ഉള്ളിലേക്ക് നിറം കൊണ്ട് ഫില്ല് ചെയ്യുന്നത് രണ്ടാമത്തെ കളർ കൊണ്ടായിരിക്കും. ശ്രദ്ധിക്കണം, തിയറിയിൽ ചോദിക്കാറുണ്ട്. ആദ്യത്തേത് നമ്മളത് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ഔട്ട്ലൈനെ യൂസ് ചെയ്യുന്നതും അടുത്ത റെഡ് എന്ന് പറയുന്നത് രണ്ടാമത് ഏതാണോ കളർ കൊടുക്കുന്നത് അതായിരിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർവേഡ് 100 എന്നും റൈറ്റ് 120 എന്നും കൊടുത്തു. അതെന്തിനാ? ഇത് നമുക്കറിയാം, ഫോർവേഡ് 100 ഒരു ലൈന് വരക്കും, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് 120 ഡിഗ്രി നമ്മുടെ ടേർട്ടിൽ തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കമാൻഡ് 3 തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സമഭുജ ത്രികോണം, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇത്തരത്തിൽ വരാൻ വേണ്ടിയാണ് ഈ 3 ലൈൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കളർ കൊടുത്തു. അതേപോലെ അതിന്റെ ബിഗിൻ ഫിൽ, എവിടെ വെച്ച് കളർ ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും എവിടെ വെച്ച് അത് എൻഡ് ചെയ്യണം എന്നുള്ളതും കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബിഗിൻ ഫില്ല് കൊടുക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ അതേ ലൈനിലായിരിക്കണം എൻഡ് ഫില്ല്. അത് കുറച്ച് അങ്ങോട്ടേക്കോ സൈഡിലേക്കൊന്നും ആയി പോവരുത്, നേരെ താഴെ, അതായത് അത് എവിടെയാണോ ബിഗിൻ ഫില്ലിന്റെ സ്റ്റാർട്ടിങ് അതിന് നേരെ താഴെ ആയിരിക്കണം എൻഡ് ഫില്ലും വരേണ്ടത്. അത് ശ്രദ്ധിക്കണം. ഇത്രയും ലൈൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്പുട്ട് 2-ലുള്ളത് പോലെ മാറ്റണം. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ഒരു ട്രയാങ്കിൾ കൂടി അധികം വന്നിട്ടുണ്ട്, അതേപോലെ കളർ മാറിയിട്ടുണ്ട്. നോക്കാം, ഒരു ട്രയാങ്കിൾ കൂടി അധികം വന്നു. ഇത് നമ്മുടെ ത്രികോണം വരക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ മാറ്റങ്ങളൊന്നും വേണ്ട, കാരണം ഇവിടെ 3 എന്ന് കൊടുത്തത് 3 തവണ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് ത്രികോണത്തിന് 3 വശങ്ങളാണല്ലോ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രികോണം വരക്കാൻ വേണ്ടിയിട്ട്. ഈ കമാൻഡുകളൊക്കെ തന്നെ, അതായത് കളർ ഫില്ല് ചെയ്യുന്നതും ത്രികോണം വരക്കുന്നതും അത് ടേൺ ചെയ്യേണ്ടതും ഒക്കെയുള്ള ഈ കമാൻഡുകളൊക്കെ തന്നെ എത്ര തവണ വരണം, അതായത് ഇത് മുഴുവൻ എത്ര ത്രികോണങ്ങൾ വരണം, അത് കൃത്യമായി ടേൺ ചെയ്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ഈ ലൂപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, 2 ലൂപ്പ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്, അതേപോലെ ഇതാ ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ഇത്തരത്തിൽ 2 ലൂപ്പ്, ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ 4 തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 തവണ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് 4 ട്രയാങ്കിൾ കിട്ടും. 1, 2, 3, 4 അല്ലേ? ഈ ട്രയാങ്കിൾ 4 എണ്ണം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഒരു ട്രയാങ്കിൾ കൂടി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻസിനെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ആ ഒരു ട്രയാങ്കിളും കളറും കാര്യങ്ങളൊക്കെ അവിടെ വന്നോളല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ 4 മാറ്റി 5 കൊടുത്താൽ പോരെ. അപ്പോൾ ഒരു ത്രികോണം കൂടി ഇവിടെ കൃത്യമായിട്ട് ആ ഒരു അളവിൽ കൃത്യമായിട്ട് വന്നോളും. അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ അല്ലേ? ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനകത്ത് നിറം മാറ്റണം അല്ലേ? ചോദ്യത്തിൽ കാണാം, അകത്തുള്ള നിറം മാറ്റമാണ്. പുറമേയുള്ള ഈ ഒരു കളർ ബ്ലാക്ക് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മൾ മാറ്റണ്ട. അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതാണ് കളർ കൊടുക്കുന്നത്. അതിവിടെ റെഡ് ആണ്. ആ റെഡ് ഞാൻ മാറ്റിയിട്ട് ബ്ലൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ്, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ. സെറ്റല്ലേ? ഇത്രയേ ചെയ്യാനുള്ളൂ. ഇതോടുകൂടി ആ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി.